ഓ ഡിയേഴ്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ ആപ്പാടങ്കണ്ടി കുടുംബസംഗമമായിരുന്നു. കുടുംബസംഗമത്തിൽ ഒരു 30 മിനിറ്റ് പ്രസൻറ്റേഷൻ എനിക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് ആ പ്രസൻറ്റേഷനിൽ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ഒന്ന്, മൈക്കിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. രണ്ട്, പെട്ടെന്ന് ഞാനങ്ങോട്ട് അത്ര പെട്ടെന്ന് എന്നെ പ്രസൻറ്റേഷൻ വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചതുമില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇങ്ങോട്ട് കറക്റ്റാക്കാൻ പറ്റിയില്ല. തീർച്ചയായിട്ടും അവിടെ ചെയ്യാൻ ഉദ്ദേശിച്ച ആ പ്രസൻറ്റേഷൻ ഞാൻ ഇന്ന് വീണ്ടും ഇവിടെ ചെയ്യുകയാണ്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മളൊക്കെ നമ്മളുടെ ഒരു മുൻ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരികെ പോവുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ യാപ്പാടങ്കണ്ടി തറവാട്ടത്തിലേക്ക് ഞാനൊന്ന് തിരിച്ചു പോവുകയാണ്. ഒരു 34 വർഷം മുമ്പ് അന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് ഞാൻ വീണ്ടും ഒന്ന് തിരികെ പോവുകയാണ്. അന്ന് വീട്ടിൽ ഒരു വിരുന്ന് നടക്കുന്ന ദിവസം, ഈ കുടുംബസംഗമം പോലെ തന്നെ ഒരു വിരുന്ന് നടക്കുന്ന ഒരു ദിവസം, ഒരുപാട് കുടുംബാംഗങ്ങൾ മുഴുവനും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ വല്യപ്പാൻ്റെ ജ്യേഷ്ഠന്മാർ, അനിയന്മാർ, അവരുടെ കുടുംബം, ഇവരുടെ കുടുംബം, എല്ലാവരും അവിടെ കൂടിച്ചേർന്ന് നിൽക്കുന്നു. അന്ന് 2-3 ദിവസം അവിടെ സ്റ്റേ ചെയ്യാണ്, വിഷ്വലൈസേഷൻ ചെയ്യാം. എന്നിട്ട് അവിടുത്തെ ഒരു ജീവിത സാഹചര്യത്തെക്കുറിച്ച് എല്ലാവരും ഒന്ന് അനുഭവിച്ചറിയാണ്. രാവിലെ തന്നെ എഴുന്നേൽക്കുന്ന വല്യാപ്പിച്ചി, എന്നിട്ട് മാമ്പഴത്തോട്ടത്തിലേക്ക് നടന്നു നീങ്ങുന്നു. പഴുത്ത മാങ്ങ ഇങ്ങനെ പറിച്ച് തിന്നു. ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരും ഒരു മാങ്ങ കഴിച്ച് വരണമെന്ന്. കാരണം മാങ്ങക്ക് നമ്മുടെ പാരമ്പര്യത്തിലേക്ക് തിരികെ കൊണ്ടുപോകാനുള്ള ഒരു മാധുര്യം നിറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. മാങ്ങയുടെ രുചി അത് നമ്മുടെ ചുണ്ടുകളിലൂടെ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എന്നും പതിഞ്ഞു നിൽക്കുന്നതാണ്. കാരണം നമ്മുടെ മലയാളി കുടുംബത്തിൻ്റെ ഒരു അടിസ്ഥാന വിരുന്നൂട്ടാണ് മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ആ രുചിച്ച മാങ്ങ വല്യാപ്പിച്ച് പെറുക്കിയിട്ട് അവിടെ എടുത്തു വെക്കുന്നു. രാവിലെ എഴുന്നേൽക്കുന്ന കുട്ടികളെല്ലാം അതിൽ നിന്ന് മനോഹരമായി അതിൻ്റെ രുചി ആസ്വദിക്കുന്നു. എന്നിട്ട് രാവിലത്തെ ഒരു സമയം കുളിക്കാൻ പോവുകയാണ്. അവിടെ തറവാടിനപ്പുറത്ത് ഒരു പള്ളിക്കുളമുണ്ട്. ആ പള്ളിക്കുളത്തിലേക്ക് നമ്മൾ കുളിക്കാൻ പോവുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം അതിലേക്ക് എടുത്ത് ചാടുകയാണ്. കൂടെ അമ്മാവന്മാരുണ്ട്. ഒരു തുണിയൊക്കെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ എടുത്ത് ചാടുകയാണ് അങ്ങോട്ട്. നല്ല ലൈഫ് ബോയ് സോപ്പൊക്കെ വെച്ച് അനുഭൂതി നിറഞ്ഞ ഒരു കുളി. ഫിസിക്കൽ എക്സസൈസിൻ്റെ, ഫിറ്റ്നസ്സിൻ്റെ അടിസ്ഥാന പാഠം അവിടെ ലഭിക്കുകയാണ്. ഇന്നത്തെ പോലെ ആർട്ടിഫിഷ്യലായിട്ട് വേണ്ട സ്വിമ്മിങ് പൂളുകളൊക്കെ ഉണ്ടാക്കിയിട്ടൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. നേച്ചുറലായിട്ട് അതിൻ്റെ എഫക്റ്റ് നമ്മൾ ആസ്വദിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് വീണ്ടും അവിടെ വീട്ടിലോട് ചെന്നെത്തുമ്പോൾ അവിടെ നെല്ലൊക്കെ ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്യമ്മച്ചിയൊക്കെ വളരെ സജീവമാണ്. അടുക്കളയുടെ ഇപ്പുറത്തെ ഭാഗത്ത് വല്യമ്മച്ചിയും അവിടെ സ്ഥിരം വരാറുള്ള മറിയം ചാച്ചി, അരിയായി ചേച്ചി, ഇവരെല്ലാം ഇരുന്നിട്ട് ഓല മേഞ്ഞുകൊണ്ടിരിക്കുക. ഓല കൊണ്ട് എന്താണ് കിടക്കാനുള്ള നല്ല, നമ്മൾ ഇന്നത്തെക്കാളൊക്കെ മനോഹരമായി പായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ പായ ഇങ്ങനെ ചുരുട്ടി തറവാടിൻ്റെ പല കോർണറുകളിലൊക്കെ ഇങ്ങനെ കെട്ടി തൂങ്ങി വെച്ചിട്ടുണ്ട്. എത്ര വിരുന്നുകാർ വന്നാലും അവരെയൊക്കെ സൽക്കരിക്കുക, അവർക്കൊക്കെ കിടക്കാനുള്ള ഒരു ഇരിപ്പിടം ഇന്നൊരു റിസോർട്ടിൽ പോലും ലഭിക്കുന്നതിലും മനോഹരമായിട്ടുള്ള ആ പായകൾ ഇങ്ങനെ നിരന്ന് കിടക്കുക. നമുക്കൊക്കെ വേണമെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അവിടെ ഇത് കിടക്കാം. എന്നിട്ട് തറവാട്ടിലെ ആ നിലത്ത് നമ്മളിത് വിരിക്കുന്നു. ഞാനൊക്കെ വിരിച്ചു കഴിഞ്ഞാലും എനിക്കൊക്കെ ഇഷ്ടം ആ സിമൻറ്റ് പതിച്ച ആ നിലത്തോട് ചേർന്ന്, ചുമരിനോട് ചേർന്ന് കിടക്കാനായിരുന്നു ഇഷ്ടം. ആ ഒരു സുഗന്ധം അല്ലേ, ആ ഒരു തണുപ്പും ഇതുകൂടി വരുന്ന ആ സുഗന്ധമൊക്കെ ആസ്വദിച്ച് കിടക്കാനായിരുന്നു ഇഷ്ടം. ആ പായയുടെ മണം നുകരാനായിരുന്നു ഇഷ്ടം. അങ്ങനെ നീളുകയാണ്. വീട്ടിൽ തന്നെ ഉണ്ടായ പഴങ്ങളും എല്ലാം കൂടി ചേർത്തിട്ട് കൊച്ചിക്കോയ കൊണ്ട് മൊത്തം വിരുന്നുകളെ വിരുന്നു കൂട്ടുകയാണ്. അത്രയും മനോഹരമായിട്ടുള്ളൊരു സാഹചര്യം. കുറച്ചുകൂടി കഴിയുമ്പോൾ വല്യപ്പാക്ക് പള്ളിയിലൊക്കെ പോകാനുള്ള സമയമാവുകയാണ്. പള്ളിയിൽ പോകേണ്ട സമയം വരുമ്പം വല്യപ്പ എല്ലാ പേരക്കുട്ടികളെയും വിളിച്ചിട്ട് ഒരു പെർഫ്യൂം ഇങ്ങോട്ട് അടിച്ചു തരും. ജന്നാത്തുൽ ഫിർദൗസ് എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര്. അതിൻ്റെ ആ ഒരു സുഗന്ധം അതിന് ശരിക്കൊരു ജന്നാത്തുൽ ഫിർദൗസിൻ്റെ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ നിർവ്വണം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വല്യപ്പനെ അവിടെ നിന്ന് കാണാം നമുക്ക്. ആ വീട്ടിലെ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് വല്യപ്പ എന്ത് ചെയ്യുന്നു, ഒരു പേനയും പേപ്പറും എടുത്ത് പല കണക്കുകളും എഴുതി വെക്കുകയാണ്. മനോഹരമായ ഹാൻഡ് റൈറ്റിങ്ങോടെ കണക്കുകൾ എഴുതി വെക്കുന്നു. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് സ്കൂളിൽ പോകുമ്പം ആ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അരി ഉപയോഗിച്ച്, നെല്ലുത്തികരി കൊണ്ടുണ്ടാക്കിയ അരി ഉപയോഗിച്ച് കഞ്ഞി കുടിച്ചിട്ട് പിന്നെ സ്കൂളിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് കഞ്ഞി കുടിച്ച് പോവുകയാണ്.
കാന്തപുരത്ത് നിറഞ്ഞു നിൽക്കുന്ന വയലോരങ്ങളിലൂടെ നമ്മളിങ്ങനെ മറ്റു കുട്ടികളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യും. ഞാൻ കുറച്ചുകൂടി സ്പീഡിലാണ് നടക്കുക. ഈ സ്പീഡിൽ നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനൊന്ന് മറിഞ്ഞ് വീഴുമ്പം എൻ്റെ പാൻറ്റിലൊക്കെ എന്തെങ്കിലും ഒരു സ്ക്രാച്ച് ഉണ്ടാവും. നമ്പർ പ്ലേറ്റ് എന്നായിരുന്നു ആൾക്കാർ വിളിക്കുക. അങ്ങനെ നടന്ന് നമ്മൾ പൂനൂർ സ്കൂളിലേക്ക് ഒക്കെ നടന്നു പോവുകയാണ്. നടന്ന് സ്കൂൾ ബസ്സുകളില്ലാത്ത കാലം, മനസ്സിലായില്ലേ? പിന്നെ അവിടുത്തെ തോടുകളുണ്ട്, മീനുകളുണ്ട്. ഇതിനൊക്കെ കണ്ട് കുശലം പറഞ്ഞുകൊണ്ടുള്ള ഒരു മനോഹരമായ യാത്ര. ഇടയ്ക്ക് തോന്നുന്ന വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ സ്പ്ലാഷ് ചെയ്യും, മനസ്സിലായില്ലേ? അങ്ങനെ വീട്ടിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടിലെ പേരക്കുട്ടികളും മറ്റും എല്ലാവരുമായിട്ടുള്ള വലിയൊരു ഉത്സവ കാലമാണ്. മാവിൻ്റെ തണലിൻ്റെ താഴെ ഇരുന്നു കൊണ്ട് എൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ മൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ പ്രസംഗിക്കുക, അല്ലെങ്കിൽ മൈക്ക് പിടിച്ച് ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇന്നൊരു പക്ഷേ യൂട്യൂബ് വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം എന്നെ സ്വാധീനിച്ചത് അതാണ് എന്ന് എനിക്ക് തോന്നിപ്പോവാറുണ്ട്. അവിടുന്ന് പുളിങ്ങ വെച്ചുകൊണ്ടുണ്ടാക്കിയിട്ട് ഗിഫ്റ്റ് മത്സരങ്ങൾ നടത്തുന്നു. ഇങ്ങനെ കുത്തി ഇങ്ങനെ നടക്കുന്ന ഈ നടത്തങ്ങൾ, ഇങ്ങനത്തെ പലതുമായിട്ട് ഫിസിക്കലി വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു അത്, മനസ്സിലായില്ലേ? ആ ഒരു കുട്ടിക്കാലത്തിലേക്കുള്ള തിരികെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ. ആണ് ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് നിങ്ങൾ മരുന്ന് ഉപയോഗിച്ച് ചികിത്സിച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ, ഇത് ചികിത്സിച്ച് ഭേദമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസിബിൾ അല്ലാത്തൊരു സാഹചര്യമാണുള്ളത്. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ റൂട്ട് കോസ് എടുത്ത് കളയാതെ നടക്കൂല, മനസ്സിലായില്ലേ? ഒരു ഹെർണിയ, അത് നിങ്ങൾ മരുന്ന് ഉപയോഗിച്ച് ചികിത്സിക്കണം എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. കാരണം ഹെർണിയ ഓപ്പറേഷൻ ചെയ്ത് തന്നെ കളയണം. അപ്പൻഡിസൈറ്റിസ്, അത് വീങ്ങി പൊട്ടിക്കഴിഞ്ഞാൽ അത് ഓപ്പറേഷൻ ചെയ്ത് തന്നെ കളയണം. പല സർജിക്കൽ രോഗങ്ങളും നമ്മൾ മരുന്ന് ഉപയോഗിച്ച് ചികിത്സിച്ചാൽ ഭേദമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സാധ്യമായിക്കൊള്ളണമെന്നില്ല. കാരണം എന്താണ്? അതിന് ആ റൂട്ട് കോസ് അവിടെ നിന്ന് എടുത്ത് കളയണം. അപ്പൻഡിസൈറ്റിസ് ഉള്ള രോഗിക്ക് അപ്പൻഡിസിന് ഇൻഫ്ലെയിംഡ് ആണ്, അത് പൊട്ടിപ്പോകാന്നൊരു സാഹചര്യമാണെങ്കിൽ ആ സാധനം അവിടെ നിന്ന് എടുത്ത് കളയണം, അല്ലേ? ആ ഒരു അവസ്ഥയാണ് ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തിലും. ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. മരുന്നല്ല, ജീവിതശൈലിയെ മാറ്റണമെങ്കിൽ നമ്മുടെ ജീവിതശൈലി എന്ത് അപകടമാണോ നമുക്കുണ്ടാക്കിയത് ആ ജീവിതശൈലി എങ്ങനെ എടുത്തു മാറ്റണം. നിങ്ങൾക്ക് നടത്തത്തിൻ്റെ കുറവ് കൊണ്ട് അല്ലെങ്കിൽ അമിത ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അമിത ഭക്ഷണം കഴിക്കലെങ്കിൽ നിർത്തണം. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ പാരമ്പര്യത്തിലേക്ക് തിരികെ പോകണം എന്ന് പറഞ്ഞത്. ഒരു കാലത്ത് നമ്മുടെ ജീവിതശൈലിയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം നിശ്ചയിച്ചതെങ്കിൽ ഇതേ ജീവിതശൈലിയിലേക്ക് മടങ്ങി പോവുക എന്നുള്ളത് ഒരു കുടുംബത്തിൻ്റെ വിനോദയാത്രയാണ്. നമ്മൾ വീണ്ടും യാത്ര ചെയ്യുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ജീവിതശൈലി രോഗങ്ങൾ? എന്തൊക്കെയാണ്? അമിത രക്തസമ്മർദ്ദം, വേണമെങ്കിൽ നമുക്ക് നമ്പർ 1 എന്ന് വേണമെങ്കിൽ പറയാം. അമിത രക്തസമ്മർദ്ദം എന്താണ്? നമ്മുടെ രക്തക്കുഴലിലൂടെ ഹൃദയം ബ്ലഡ് ഇങ്ങനെ പുഷ് ചെയ്യും. എന്നിട്ട് നമ്മുടെ രക്തക്കുഴലിലൂടെ ഈ രക്തം അതിശക്തമായിട്ടുള്ളൊരു സമ്മർദ്ദത്തിലൂടെ ഇങ്ങോട്ട് കടന്നു പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, അതിശക്തമായ സമ്മർദ്ദത്തിലൂടെ രക്തം എന്ന് പറയുന്ന ഈ ലിക്വിഡ് നമ്മുടെ രക്തക്കുഴലിലേക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അത് പൊട്ടിപ്പോവാനുള്ളൊരു സാധ്യതയുണ്ട് അമിത സമ്മർദ്ദത്തിൽ, അല്ലേ? അതാണ് പിന്നീട് സ്ട്രോക്കായി മാറുന്നതും മറ്റ് പല പ്രശ്നങ്ങളുമായിട്ട് മാറുന്നത്. ആ ഒരു സമ്മർദ്ദത്തിൽ നിൽക്കുന്ന രക്തക്കുഴലിൽ വീണ്ടും ബ്ലോക്ക് ഫോം ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. രണ്ടാമത്തെ ഒരു ജീവിതശൈലി രോഗം ഏതാണ്? അത് പ്രമേഹമാണ്. ടൈപ്പ് 2 ഡയബറ്റിസ് എന്ന് പറയും. നമ്മുടെ ജീവിതശൈലി അല്ലാതെയും ചില പാരമ്പര്യ ഫാക്ടറുകൾ ഉണ്ടെങ്കിൽ പോലും അതിൽ ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാകുന്നത്, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധം. ടൈപ്പ് 2 പൂർണ്ണമായും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ജനറ്റിക് ഫാക്ടേഴ്സ് ഇതിലുണ്ട്. പക്ഷേ ജനറ്റിക് ഫാക്ടർ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതശൈലി ഈ ഒരു സാധ്യതയെ തുറക്കാൻ പറ്റാത്തതാണെങ്കിൽ ഈ ജീവിതശൈലി കൊണ്ട് നമുക്ക് നമ്മുടെ ജനറ്റിക് ഫാക്ടറിനെയും മറികടക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് ഹൃദ്രോഗങ്ങൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമാണ്. ഹാർട്ട് അറ്റാക്ക്, അഞ്ചൈന പെക്ടോറിസ്, ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടായിട്ട് ഫോം ചെയ്തതാണ് ഹാർട്ട് അറ്റാക്ക്. എന്നിട്ട് ഇവിടെ നമ്മുടെ രക്തക്കുഴലിലൊരു ബ്ലോക്ക് ഉണ്ടായിട്ട് നമ്മുടെ രക്തത്തിലേക്കുള്ള രക്തം പുഷ് ചെയ്യാനുള്ള ഒരു പവർ കുറഞ്ഞിട്ട് അത് രക്തത്തിൻ്റെ ലഭ്യത കുറഞ്ഞു പോവുക, എന്നിട്ട് വീണ്ടും റിക്കവറി ആവുന്ന അവസ്ഥയാണ് അഞ്ചൈന പെക്ടോറിസ്. നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടായിട്ട് ഒന്നുകിൽ
ആ ബ്ലോക്ക് കാരണം അങ്ങോട്ട് രക്തോട്ടം കുറഞ്ഞിട്ട് ആ ഒരു ഭാഗത്തെ രക്തോട്ടം നിലച്ചു പോകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു രക്തം ലീക്കായിട്ട് അവിടെ ക്ലോട്ട് ഫോം ചെയ്യുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ പക്ഷാഘാതം. അമിതവണ്ണം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ വിചാരിക്കും എന്താ പൊണ്ണത്തടിയല്ലേ. പണ്ടൊക്കെ നമ്മുടെ പാരമ്പര്യം നമ്മൾ തടിയില്ലാത്ത ശരീരം ഉണ്ടാക്കുമ്പോഴും പലപ്പോഴും നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഗൾഫിലേക്കൊക്കെ ആൾക്കാർ പോയി വരുമ്പം അവർ തിരിച്ചു വരുമ്പോൾ നോക്കുമായിരുന്നു, എന്തൊരു തടിയാ, ഓ ഗ്രേറ്റ്, നീ ഗൾഫുകാരനല്ലേ എന്ന് പറയും. എന്താണ് അന്ന് തടി ഒരു ലക്ഷറി ജീവിതത്തിൻ്റെ ഒരു കുറച്ചുകൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രൂപത്തിൻ്റെ സാഹചര്യമായി. നമ്മളെ തറവാട് നമുക്ക് എന്ത് ചെയ്യും, ഒരിക്കലും നമുക്ക് തടി കൂടാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരൂല. കാരണം നമ്മളെപ്പോഴും ഫിസിക്കലി ആക്റ്റീവാണ്. കളിച്ചും ചിരിച്ചും കാണിച്ചു തരുന്ന നമ്മുടെ കാരണവന്മാരും നമ്മോടൊപ്പം കളിക്കുന്ന കാരണവന്മാരും കുട്ടികളാണെങ്കിൽ പരസ്പരം കളിച്ചു നടക്കുന്ന ആ സാഹചര്യത്തിൽ നമുക്ക് പൊണ്ണത്തടി ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഗൾഫിലോട്ട് പോകുമ്പോൾ അവർ വരുന്ന ജോലി ചെയ്യുന്ന സാഹചര്യം വന്നപ്പം നമ്മുടെ തറവാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോലും അമിതവണ്ണവുമായി തിരികെ പോരേണ്ടി വന്നു. ഇന്ന് തല തിരിച്ചുള്ള ഒരു സാഹചര്യമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ സത്യം. എന്നാൽ നമ്മുടെ വീടുകൾ വണ്ണം ഉണ്ടാക്കുന്ന സാഹചര്യമായി ഗൾഫിൽ പോയിട്ട് വീണ്ടും കുറച്ചൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്ത് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നമുക്ക് അങ്ങോട്ട് തന്നെ തിരികെ പോകേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനിയിപ്പം അമിതവണ്ണം ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ചിലപ്പോൾ ഈ അമിതവണ്ണം എന്ന് പറയുന്നത് ഇതൊക്കെ കൊഴുപ്പാണ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്നത്. എൻ്റെ തടി തന്നെ നോക്കാം, ഇതൊക്കെ കൊഴുപ്പാണ്. ഈ കൊഴുപ്പ് ഒരു ഐസ്ബർഗ് പോലെയാണ്. ഇത്ര ഭാഗം മുന്നോട്ടുണ്ടെങ്കിൽ ഇതിലേറെ ശക്തമായ ഒരു ഭാഗം നമ്മുടെ ഉള്ളിലും ഉണ്ടാവും. ഇത് നമ്മുടെ ഉള്ളിലൊരു സ്പേസാണ് നഷ്ടപ്പെടുത്തുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരു സ്പേസ് നഷ്ടപ്പെടുത്തുകയാണ്. ഈ സ്പേസ് നഷ്ടപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ കൂടുതലായിട്ട് വരാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പം അമിതവണ്ണത്തോട് ഗുഡ് ബൈ പറയാനുള്ള ശ്രമങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. മറ്റൊരു ജീവിതശൈലി രോഗമാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. പുകവലിക്കുന്ന ആൾക്കാരൊക്കെ രാവിലെ ഇങ്ങനെ നിലക്കാതെ കുരക്കുന്നത് കണ്ടിട്ടില്ലേ? വല്ലാതെ അങ്ങോട്ട് കുരക്കുന്നത്, ഒരു സ്റ്റീരിയോഫോണിക് സൗണ്ടൊക്കെ പോലെ കുരക്കുന്നത് കണ്ടിട്ടില്ലേ? അതാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയുന്നത്. നമ്മുടെ ശ്വാസകോശത്തിൻ്റെ അറകളിലേക്ക് പുകയിലയിലുള്ള വിഷവസ്തുക്കളെല്ലാം മടിഞ്ഞിട്ട് അത് തിക്കായി പോയിട്ട് അതിന് യഥാർത്ഥ രീതിയിൽ അതിലൂടെ ശ്വാസത്തിന് പുറന്തള്ളാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നതാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയുന്നത്. വ്യക്തമായിട്ടുള്ള ഒരു ജീവിതശൈലി രോഗമാണ് ക്യാൻസർ. നമ്മളുടെ ഭക്ഷണത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ നമ്മുടെ വ്യായാമമില്ലായ്മ, പിന്നെ പല കാര്യങ്ങളും കാരണം നമ്മൾ ഇന്ന് ക്യാൻസർ വർദ്ധിച്ചു വരികയാണ്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ നോർമലായിട്ടുള്ള ഒരു ഭാഷ, കോശത്തിൻ്റെ ഭാഷ, അതിലൊരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ട് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടാണ് ഇത് വരുന്നത്. ഇവിടെയും നമ്മുടെ ജീവിതശൈലിയാണ് അതിന് വലിയൊരു പങ്കായിട്ട് വഹിക്കുന്നത്. മറ്റ് പല കാരണങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രമുഖ കാരണം ഇവിടെ ജീവിതശൈലി തന്നെയാണ്. അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ ഇതിൻ്റെ ഒരു അടിസ്ഥാന യൂണിറ്റായി എടുത്തപ്പെടുന്ന രോഗമാണ് മെറ്റബോളിക് സിൻഡ്രോം എന്നുള്ളത്. നമ്മളിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് കൂടുതൽ, HDL എന്ന് പറയുന്ന നല്ല കൊഴുപ്പിൻ്റെ അളവ് കുറവ്, LDL എന്ന് പറയുന്ന ചീത്ത കൊഴുപ്പിൻ്റെ അളവ് കൂടുതൽ, ഒരു അമിതവണ്ണം, അങ്ങനെ പല കാരണങ്ങളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ 2 കാരണങ്ങളോ 3 കാരണങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ട് എന്നാണ് പറയുന്നത്. ഞാനടക്കം എത്ര പേർക്ക് ഈ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. പ്രമേഹത്തിൻ്റെ അളവ് ഏതാണ്ട് ഒരു നോർമലിനോളിലും ഏറ്റവും ഹൈ നോർമലിൽ നിൽക്കുന്ന ഒരവസ്ഥ, ബ്ലഡ് പ്രഷറും ഏതാണ്ട് ഒരു ഹൈ നോർമലിൽ നിൽക്കുന്ന അവസ്ഥ ഒക്കെ മെറ്റബോളിക് സിൻഡ്രോത്തിൽ കാണാറുണ്ട്. ഫാറ്റി ലിവർ ഏറ്റവും ഒരുവിധം സ്കാൻ എടുത്താലൊക്കെ കാണുന്ന ഒരു ജീവിതശൈലി പ്രശ്നമാണ്. നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഫലമാണ്. നമ്മുടെ ശരീരത്തിൽ കുമിഞ്ഞു കൂടുന്ന ഈ കൊഴുപ്പ് അത് നമ്മുടെ ലിവറിലേക്കൂടെ കൊഴിഞ്ഞു കൂടുമ്പോഴാണ് ഫാറ്റി ലിവറായിട്ട് മാറുന്നത്. ഗ്രേഡ് 3 വരെ നമ്മൾ ശ്രമിച്ചാൽ പിന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്നതും, എന്നാൽ ഗ്രേഡ് 3 അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്തതുമായിട്ടുള്ള ആരോഗ്യ പ്രശ്നമാണ്. യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടാണ് ഗൗട്ട് എന്ന് പറയുന്ന ആർത്രൈറ്റിസ് ഉണ്ടാകുന്നത്. ചിലവർക്ക് മൂത്രക്കല്ല് വരെ വരാൻ സാധ്യതയുണ്ട്. ഇന്ന് ഡയാലിസിസ് സെൻ്ററുകൾ എന്ന് പറഞ്ഞാൽ ഹൗസ്ഫുള്ളായി നിൽക്കുകയാണ്. എന്താ കാരണം? പണ്ടൊക്കെ ആർക്കാണ് ഡയാലിസിസ് നമ്മൾ കേൾക്കാറുള്ളത്? ഇന്ന് അവരുടെ എണ്ണം കൂടി വരികയാണ്. കാരണം നമ്മൾ കഴിച്ച ഭക്ഷണം നമ്മളെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കി തുടങ്ങിയപ്പം അതെന്തായി? കിഡ്നി ഫെയിലിയറുകളായി മാറി. കിഡ്നി ഫെയിലിയറുകളായപ്പം അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പുറത്തു നിന്നൊരു സപ്പോർട്ട് വേണ്ടിയിട്ട് വന്നു. അതാണ് ഡയാലിസിസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിഡ്നി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഓസ്റ്റിയോപൊറോസിസ്, എല്ല് തേയ്മാനം. എല്ല് തേഞ്ഞില്ലാതാവുകയല്ല, അധ്വാനിച്ചിട്ടല്ല എല്ല് ഇല്ലാതാവുന്നത്. അധ്വാനം കുറയുമ്പമാണ്
ഈ എല്ല് തേയ്മാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറവിയുടെ പ്രശ്നങ്ങൾ, അൾസീമേഴ്സ് ഡിസീസ് ഒരുപാട് കൂടി വരികയാണ്. നാട് നിറയെ ഒരുപാട് പേർക്ക് ഓർമ്മക്കുറവിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ജീവിതശൈലിയുടെ പ്രൊഡക്റ്റാണ്. സ്ലീപ്പ് അപ്നിയ കേട്ടിട്ടുണ്ടോ? കൂർക്കം വലി. ഒരു നമ്മൾ വിചാരിക്കുന്നത് നിസ്സാരമാണ്, എല്ലാം സൊല്യൂഷൻ ഒന്നാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് പറയാം കേട്ടോ. മെറ്റബോളിക് റിസ്കുകൾ, ഒരുപാട് ഹൃദ്രോഗ സാധ്യതകളൊക്കെ ഇതിൻ്റെ മുമ്പിലുണ്ട്. കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് സൊല്യൂഷൻസ് ആണ്. എന്ത് നടപടികളാണ് ഇന്ന് തൊട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക? നമ്മുടെ കുടുംബത്തിൻ്റെ ബേസ് ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ കുടുംബപരമായിട്ട് തന്നെ കണ്ടെത്തേണ്ട ഒരു സൊല്യൂഷനാണ്. നമ്മളുടെ മുൻഗാമികൾ ചെയ്ത ആ ഒരു ജീവിതശൈലിയിലേക്ക് തിരികെ പോവേണ്ട ഒരു സാഹചര്യമാണ്. എന്ത് നമ്മൾ സ്വീകരിക്കും? മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ തറവാടുകളിൽ ഉണ്ടായിരുന്നൊരു പാത്രം എന്ന് പറഞ്ഞാൽ നെല്ലുത്തേരിൻ്റെ ചോറ്, അങ്ങനത്തെ പല കാര്യങ്ങളും ഇട്ടുകൊണ്ടായിരുന്നു അല്ലേ? ഇതുപോലെ ആരോഗ്യപരമായിട്ടുള്ളൊരു ഭക്ഷണത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് വിമുക്തരാവാൻ പറ്റും. നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ നമുക്ക് രക്ഷപ്പെടുത്താനും പറ്റും. നമ്മൾ കഴിക്കേണ്ട ഒരു ഭക്ഷണത്തിൻ്റെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പ്ലേറ്റിനെ നമ്മളൊരു ദിവസം കഴിക്കേണ്ട ഭക്ഷണമായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി വരേണ്ടത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒരു പ്ലേറ്റിൻ്റെ പകുതി. നമ്മൾ വെജിറ്റേറിയൻ എന്ന് പറയുന്നവർക്ക് പോലും ഇന്ന് ഇങ്ങനത്തെ ഒരു ഭക്ഷണ സിസ്റ്റം അല്ല. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും ജീവിതത്തിന് അടിസ്ഥാനപരമായിട്ട് എല്ലാ മൾട്ടി വൈറ്റമിൻസും മിനറൽസും നാരും ലഭ്യമാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയും. നിങ്ങളുടെ ശരീരത്തിൽ പ്രായം വരുമ്പോഴും ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയാം. ആ പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവസുറ്റ അവസ്ഥയിലുള്ള ഒരു മോളിക്കുലാർ ലെവലിൽ നിന്നും നിങ്ങൾക്ക് അപകടം ഉണ്ടാക്കുന്ന ഓക്സിഡേഷൻ്റെ ലെവലിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങളെ മാറ്റുന്ന ഒരു അവസ്ഥയ്ക്ക് തടയിടുന്ന സംഭവങ്ങളാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇത് ധാരാളമുണ്ട്. അത് തന്നെ നിങ്ങൾ ഒരുപാട് സ്ഥിരം നിലനിൽക്കുന്ന ക്യാൻസർ പോലത്തെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ പോലത്തെ അഷ്ടങ്ങൾ വരുന്നത് തടയാൻ വേണ്ടി സഹായിക്കുമെന്നുള്ളതാണ്. പ്ലേറ്റിൻ്റെ അരഭാഗം നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണെങ്കിൽ അടുത്ത അരൻ്റെ പകുതി 1/4 ഉൾപ്പെടുത്തേണ്ട ഒരു സാധനമാണ് ധാന്യങ്ങൾ. പക്ഷെ നമ്മൾ എന്ത് ധാന്യമാണ് കഴിക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള ധാന്യങ്ങളാണ് കഴിക്കുന്നത്. അരിയുടെ തവിട് കളഞ്ഞ നമ്മൾ അതിൽ കിട്ടേണ്ട ഫൈബേഴ്സും മൾട്ടി വൈറ്റമിൻസും ഒക്കെ നഷ്ടപ്പെടുത്തിയ അവസ്ഥയിലുള്ള അരിയാണ് നമ്മൾ കഴിക്കുന്നത്. ആ അരിക്ക് നമുക്ക് ആ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. അത് കൂടുതൽ നമുക്ക് മെറ്റബോളിക് സിൻഡ്രോം, പ്രത്യേകിച്ച് പ്രമേഹം പോലത്തെ അവസ്ഥകൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് മറ്റേ അരികളെക്കാളും കുറച്ച് കൂടുതലുമാണ് വെള്ള അരി എന്ന് പറയുന്നത്. അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ അവിടുന്ന് ഫാമിലി ഗെറ്റ് ടുഗദറിന് അത് ഞാൻ കാണിച്ച സാധനം തന്നെയാണ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ബ്രൗൺ റൈസ് അല്ലെങ്കിൽ മട്ട അരി എന്ന് പറയും, മട്ട അരി. പിന്നെ റാഗി, ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക എന്നുള്ളത്. എന്ത് ചെയ്യുക? നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് വെള്ള അരി ഉപയോഗിക്കുന്നതിന് പകരം റാഗി കൊണ്ട് ഉണ്ടാക്കുക. മനസ്സിലായില്ലേ? അതുപോലെ നമ്മൾ ഉച്ചക്ക് ചോറ് കഴിക്കുമ്പം ഈ ഒരു വൈറ്റ് റൈസ് ഉപയോഗിക്കുന്നതിന് പകരം ബ്രൗൺ റൈസ് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. മാക്സിമം പരമാവധി സമയങ്ങൾ അങ്ങനെ ഉപയോഗിക്കാൻ നോക്കുക. എപ്പോഴും നമുക്ക് സാധ്യമായിക്കൊള്ളണമെന്നില്ല, എങ്കിലും നമ്മളുടെ ഒരു മെയിൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് അത് തന്നെ ചെയ്യുക. ഇന്നിപ്പോൾ നിങ്ങൾക്ക് സൽക്കാര വേദിയിൽ വെച്ചിട്ട് കുറച്ച് ബിരിയാണി കഴിക്കണ്ടെന്നല്ല പറയുന്നത്. അതൊക്കെ പലപ്പോഴായിട്ട് കഴിക്കുന്ന ഒരു റെയർ ഇതുപോലത്തെ സംഗമങ്ങള വേദികളിലോ കല്യാണ വേദികളിലോ മാത്രം കഴിക്കുന്ന ഒരു സംഭവമാക്കി മാറ്റുക. നമ്മുടെ റെഗുലർ ഭക്ഷണം ഈ ബ്രൗൺ റൈസ് ഇതുപോലത്തെ സംഭവങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ഏറ്റവും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് ഓട്സ്. അടിപൊളി ഭക്ഷണമാണ്. ഈ ഓട്സിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മളുടെ അസുഖങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്ന, നമ്മൾ പല രോഗങ്ങളും തടയാൻ വേണ്ടി സഹായിക്കുന്ന ഒരുപാട് നല്ല ബാക്ടീരിയകളുണ്ട്. പ്രൊബയോട്ടിക്സ് എന്ന് പറയാം. ഈ പ്രൊബയോട്ടിക്സ് എത്രമാത്രം നമ്മുടെ ശരീരത്തിൽ വളരുന്നോ അത്രമാത്രം നമ്മളുടെ കൊളസ്ട്രോളൊക്കെ കുറയാനും നമ്മൾ ഹൃദ്രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ ഇല്ലാക്കാനും ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇവയെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയൊരു ഭക്ഷണം കൂടിയാണ് ഈ ഓട്സ് പോലത്തെ ഭക്ഷണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക. തവിട് അരി, ക്വിൻവ, ബാർലി തുടങ്ങിയവയൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക. അതുപോലെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു സംഭവമാണ് മെലിഞ്ഞ പ്രോട്ടീനുകൾ. കോഴി ഇറച്ചി വേണമെങ്കിൽ കഴിക്കാം. കോഴിയിലെ പ്രത്യേകിച്ച് ചെസ്റ്റ് പീസ്, അതിലൊരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ചില പയറുവർഗ്ഗങ്ങൾ, മത്സ്യങ്ങൾ, ബീൻസ്, ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. റെഡ് മീറ്റ് അല്ലെങ്കിൽ ചുവന്ന മാംസം, സംസ്കരിച്ച മാംസം, ഇവ മാക്സിമം നിങ്ങൾ മിതപ്പെടുത്താൻ വേണ്ടി നോക്കുക. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് പിന്നീട് ഒരുപാട് ക്യാൻസറും ഹൃദ്രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാക്കുന്നത്. കൊഴുപ്പിൽ തന്നെ നല്ലവരുമുണ്ട്, ചീത്തതുമുണ്ട്. ഈ നല്ല കൊഴുപ്പ് നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കൊഴുപ്പ് നിങ്ങളുടെ ശരീരത്തിൽ ഹൃദ്രോഗ സാധ്യതകളും ക്യാൻസർ സാധ്യതകളും കുറക്കുന്ന കൊഴുപ്പുകളാണ്.
അതെന്താ ചെയ്യാന്നറിയോ? നിങ്ങളുടെ ശരീരത്തിലെ ചീത്ത കൊഴുപ്പിനെ മൊത്തം ലിവറിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ നശിപ്പിച്ച് കളയും. അത്തരം കൊഴുപ്പുകൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടത്. അപ്പോൾ എന്താ നമ്മൾ കഴിക്കുക? ഒലീവ് ഓയിൽ പറ്റെങ്കിൽ നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാതെ വേവിക്കാതെ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക. നമ്മൾ നാട്ടുപുറത്തൊക്കെ നമ്മൾ ആരും പരിഗണിക്കാത്തൊരു ഫ്രൂട്ട് ഉണ്ട്, എന്താണെന്നറിയോ? അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും. പലപ്പോഴും നമ്മൾ ജ്യൂസ് കഴിക്കുമ്പോൾ മാത്രം അത് കഴിക്കാറുണ്ട്, അല്ലാത്തവർ അത് ഉപയോഗിക്കാറില്ല. വളരെ നല്ല ആരോഗ്യത്തിന് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പഴമാണ് ഈ അവക്കാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് ചില പരിപ്പുകൾ കഴിഞ്ഞ ഞാൻ അവിടെ ഡെമോ ചെയ്ത് കാണിച്ചു കൊടുത്തിരുന്നു, ഇപ്പോഴേക്ക് അത് കഴിഞ്ഞു പോയി കേട്ടോ. ഞാൻ തന്നെ കഴിച്ച് തീർത്തത്. സെറീനമ്മയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ സെറീനമ്മ മറന്നുപോയി പിന്നെ കൊടുക്കാൻ. വീട്ടിലെത്തിയാണ് ഇപ്പോൾ ഞാനത് കഴിച്ചും പോയി. സോറി സെറീനമ്മ, എന്തായാലും നിങ്ങൾക്ക് ഞാൻ വാങ്ങി കൊണ്ടുത്തരും. അതോട്ടെ, അത് എന്താ പൊട്ടുകടല എന്നൊക്കെ പറയില്ലേ, ഇതുപോലത്തെ സംഭവങ്ങൾ നമ്മൾ സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ നോക്കാം. പിന്നെ വേണമെങ്കിൽ ഒരുപാട് സീഡ്സ് കിട്ടും, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, അല്ലേ, സൺഫ്ലവർ സീഡ്സ്, പിന്നെ പംകിൻ സീഡ്സ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് നല്ല കൊഴുപ്പും നല്ല പ്രോട്ടീനൊക്കെ സപ്ലൈ ചെയ്താണ്. ഒരു ചെറിയ അളവിൽ അതൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പരിമിതപ്പെടുത്തേണ്ട മറ്റൊരു ഭക്ഷണമാണ് പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങളും സംസ്കരിച്ച ഭക്ഷണങ്ങളും. ഒരുപാട് പഞ്ചസാര പാനീയങ്ങളൊക്കെ നമ്മളെ കുട്ടികളൊക്കെ അങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇരുന്ന് ഒരുപാട് വാങ്ങി വരുന്നത് കാണാം. അവർ അതിന് അഡിക്റ്റ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. രുചിയുടെ അടിമത്തത്തിൽ നമ്മളെ ഭാവിയിൽ ജീവിതം നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളെ കുട്ടികൾക്ക് അടുത്ത ഘട്ടത്തിലൂടെയും കടന്നു പോകേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ അവരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി കുട്ടികൾക്ക് ഇതുപോലെ ശീതളീകരിച്ച പാനീയങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇത് നമ്മളെ കുട്ടികളുടെ കോശത്തിൻ്റെ അടിസ്ഥാന ലെവലിൽ പ്രവർത്തിക്കുകയും ഈ ഒരു മാറ്റങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് അത് ക്യാൻസറും മറ്റ് ജീവിതശൈലി രോഗങ്ങളുമായി പരിവർത്തനം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യത്തോട് നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരും നോ എന്ന് പറയാൻ വേണ്ടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കുട്ടികൾ രുചിക്ക് അടിമപ്പെട്ടിട്ട് അവർ പറയും, ഉപ്പ ഉമ്മ എനിക്ക് ഇത് വാങ്ങിത്തരി, എനിക്കത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നമ്മളങ്ങ് വാങ്ങിക്കൊടുക്കും. പകരം നേരത്തെ പറഞ്ഞ ഒരുപാട് ഓപ്ഷനുകൾ ഞാൻ പറഞ്ഞല്ലോ, ആ ഓപ്ഷനുകളിലേക്ക് നമ്മൾ മാറ്റേണ്ടതുണ്ട്. പിന്നെ നമ്മൾ കുറയ്ക്കേണ്ട മറ്റൊരു ഭക്ഷണം എന്താണ്? ഉപ്പടങ്ങിയ ഭക്ഷണങ്ങൾ. ഭയങ്കര രുചിയാണ്. ഉപ്പ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ അജിനമോട്ടോ മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, അതിലേറെ അജിനമോട്ടോ അല്ല കൂടുതൽ അപകടം ഉണ്ടാക്കുക. മനസ്സിലായില്ല? അതിലേറെ അപകടം ഉണ്ടാക്കുന്നത് നമ്മൾ അമിതമായി കഴിക്കുന്ന ഉപ്പ് അടങ്ങിയ ഭക്ഷണങ്ങളാണ്. ഉപ്പ് ഒരു മിതമായ ലെവലിൽ ഓക്കെയാണ്, പക്ഷെ അതിലേറെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർവീക്കം ഉണ്ടാക്കും. നേരത്തെ അടങ്ങിയ പഞ്ചസാര ഇതൊക്കെ അതാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ അടിസ്ഥാന ലെവലിൽ ഒരുപാട് നമ്മുടെ ശരീരത്തിൻ്റെ കോശത്തിൻ്റെ അടിസ്ഥാന പ്രവർത്തനങ്ങളിൽ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്കും അസൗകര്യങ്ങളും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുമ്പം ആണ് എന്താവുന്നത്? ഇവിടെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർവീക്കം സംഭവിച്ച് ജീവിതശൈലി രോഗങ്ങളായിട്ട് പരിവർത്തനം ചെയ്യുന്നത്. അപ്പോൾ ഈ ഉപ്പിനോട് നമ്മൾ നോ പറയാൻ വേണ്ടി പഠിക്കണം. ഉപ്പ് രുചിയുണ്ട്, പക്ഷെ ആരോഗ്യത്തിന് അതുകൊണ്ട് ഒരുപാട് അപകടമുണ്ട്. പോർഷൻ കൺട്രോള്. നമ്മൾ എത്രമാത്രം ഭക്ഷണം കഴിക്കണം, ഓരോ ഭക്ഷണത്തിൽ എത്ര കലോറി ഉണ്ട്, എത്രയിൽ ഒതുക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ ചെറിയൊരു ഭക്ഷണമായിരിക്കും, പക്ഷെ അതിനകത്ത് കിട്ടുന്ന കലോറിയോ അത് വളരെ അധികമായിരിക്കും. ഇപ്പോൾ ഹലുവ, ജാഗിരി, ജിലേബി ഇതൊക്കെ ചെറിയ കൊച്ചു ഭക്ഷണം, പക്ഷെ അതിന് കിട്ടുന്ന കലോറി ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മളൊരു ഭക്ഷണത്തിൽ എത്രമാത്രം കലോറി ഉണ്ട്, ഇത്രമാത്രം ഭക്ഷണമാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്കൊരു 50 ഗ്രാം കഴിക്കാം, പക്ഷേ 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചാലും നിങ്ങളുടെ ശരീരത്തിലേക്ക് 350 കലോറി എത്തിയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ ജലാംശം അത് കഴിക്കാൻ വേണ്ടി എപ്പോഴും നോക്കണം. നമ്മൾ പണ്ട് തറവാട്ട് അടുക്കളയിലൊക്കെ പോയിട്ട് എപ്പോഴും ഇങ്ങനെ വെള്ളം കോരി കുടിക്കായിരുന്നു കളിച്ചൊക്കെ ഇറങ്ങി വന്നാൽ. ഇന്ന് ചിലപ്പോൾ വെള്ളം കുടിക്കുന്നതിന് പകരം നേരെ പോയി സവനപ്പോ പെപ്സിയോ വാങ്ങി കഴിക്കുന്ന സ്ഥലമല്ല, വെള്ളമാണ് ഏറ്റവും അമൂല്യമായത്. അത് സ്ഥിരം കഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. പിന്നെ എല്ലാ ഭക്ഷണത്തിൻ്റെയും ശരിയായ രീതിയിൽ തന്നെ കിട്ടിയെന്നുള്ള നമ്മൾ ഓർക്കണം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ് ഇതൊക്കെ അതിൻ്റേതായ റേഷ്യോയിൽ തന്നെ കിട്ടിയെന്നുള്ള ഉറപ്പാക്കണം. പിന്നെ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് ഒരാഴ്ചയിൽ 36ഓളം വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള വ്യത്യസ്ത വെറൈറ്റി ഭക്ഷണങ്ങൾ ഉൾപ്പെടുന്നത്. റെയിൻബോ കളറിൽ എന്നാണ് പറയാം, റെയിൻബോ മഴവില്ലിൻ വർണ്ണങ്ങളിൽ കഴിക്കുക എന്നാണ് പറയാം. വേണമെങ്കിൽ നമുക്ക് തക്കാളി ചുവപ്പാണ് അല്ലേ, ഓറഞ്ച് മഞ്ഞയാണ് അല്ലേ, അങ്ങനത്തെ കക്കരിക്ക അത് പച്ചയാണ്, പിന്നെ വെള്ളമുണ്ട് അല്ലേ, അങ്ങനത്തെ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വിവിധ വർണ്ണങ്ങളിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും വെച്ചുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തെ മനോഹരമാക്കുക എന്നുള്ളതാണ്. മദ്യപാനം. തീർച്ചയായിട്ടും നമ്മളെ കുടുംബത്തിലൊക്കെ മദ്യപാനികളുടെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവം ഉണ്ടെങ്കിലായി എന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഒരു വിഷയം അവിടെ ചർച്ച ചെയ്യേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും അതൊക്കെ പരിമിതിപ്പെടുത്തേണ്ടതുണ്ട്.
അതും ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കും. ജീവിതശൈലിയിൽ അടുത്ത മാറ്റം, നമുക്ക് തറവാട്ടിലേക്ക് തിരികെ പോകാൻ നമ്മൾ ചെയ്യേണ്ട അടുത്ത മാറ്റം എന്താണ്? പണ്ട് നമ്മൾ കസിൻ ബ്രദർമാരും കസിൻ സിസ്റ്റർമാരൊക്കെ ഇതെങ്ങനെ അല്ലേ, ഇങ്ങനെ കൊക്കം തുള്ളി കളിച്ചിരുന്നു, അറിയോ? അതിലേക്ക് തിരികെ പോകാനാണ്, ആ ഒരു കളിയുടെയും കാര്യത്തിലേക്ക് നമ്മൾ പോകാന്നുള്ളതാണ്. കുറേ കാര്യങ്ങൾ ഇത് ഞാൻ നിങ്ങൾക്ക് അവിടെ വെച്ച് ഡെമോ ചെയ്ത് കാണിച്ചു തരണമെന്ന് വിചാരിച്ചിരുന്നത്. അവിടെ വന്നിട്ട് ഒന്ന് കൊക്കം തുള്ളിക്കാനും കുട്ടികളെങ്ങനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ആന പോകുന്നത് കളിക്കാനൊക്കെ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അതിനൊന്നും ആ സമയപരിധിയും അപ്പോഴുള്ള ഒരു സിറ്റുവേഷനിൽ പെട്ടെന്നുണ്ടായ എൻ്റെ ഒരു ഇമ്പാക്റ്റും പെട്ടെന്ന് എൻ്റെ പ്ലാൻ മാറ്റിയതും എല്ലാം കൊണ്ട് സാധ്യമായില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം വഴി ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. തീർച്ചയായും നിങ്ങൾ കുട്ടികളോട് കളിക്കുമ്പം നോ എന്ന് പറയരുത്, അവരെ കൂടെ കളിക്കാൻ നോക്കുക. പണ്ടത്തെ പോലെ തന്നെ ഇങ്ങനെ ഒക്കത്ത് വെച്ചുകൊണ്ട് കുട്ടികളെയൊക്കെ നമ്മളിങ്ങനെ കൊട്ടാട്ടോ എന്നൊക്കെ പറഞ്ഞ് ആട്ടിയതുപോലെ കാട്ടാൻ വേണ്ടി നോക്കുക. നമ്മൾ ആനയായിട്ട് അവരെ മുകളിൽ വരിച്ചുകൊണ്ട് കളിക്കാൻ വേണ്ടി നോക്കുക. ഇനി എന്തൊക്കെ എക്സസൈസുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? കാർഡിയോ വാസ്കുലാർ എക്സസൈസുകളാണ്. നമ്മൾ ആ എക്സസൈസ് അങ്ങോട്ട് ഇപ്പോൾ നന്നായിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, നമ്മൾ കിതപ്പൊക്കെ അനുഭവപ്പെടുന്ന എക്സസൈസാണ് കാർഡിയോ വാസ്കുലാർ എക്സസൈസ്. നമ്മുടെ ഹൃദയത്തെ കൊണ്ട് നമ്മൾ പ്രവർത്തിപ്പിക്കുകയാണ്. ഇതുപോലുള്ള എക്സസൈസുകൾ നമ്മൾ ഉൾപ്പെടുത്താൻ നടത്തം, പിന്നെ വേണമെങ്കിൽ ഒരു മല കയറുക, വേണമെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ നിന്ന് തന്നെ ഫാമിലി മീറ്റിൽ തന്നെ 1-2-3 സഹോദരികൾ വളരെ ആക്റ്റീവായിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതൊക്കെ കണ്ടു. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഫിസിക്കൽ ആക്ട് അവർ ചോദിച്ചപ്പോൾ ഞങ്ങൾ വീടുകളിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ പാട്ടൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ ഡാൻസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. ആ ഒരു സംഭവമാണ് അവരവിടെ കാണിച്ചു തന്നത്. ഇതുപോലത്തെ ഒരു അവസ്ഥയാണ് നമ്മളെപ്പോഴും നമ്മളിങ്ങനെ ഡാൻസ് ചെയ്യാനൊക്കെ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ ഡാൻസ് ചെയ്യാനൊക്കെ നോക്കുക. അത് നല്ലൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്, കാർഡിയോ വാസ്കുലർ ആക്ടിവിറ്റിയാണ്. സ്വിമ്മിങ് പറഞ്ഞല്ലോ, തറവാട്ടിൽ നിന്നും ഒരു വിനോദയാത്രയായിട്ട് പള്ളിക്കുളത്തിലേക്ക് പോയി കുളിച്ച കാലഘട്ടം നന്നായി നീന്തുമായിരുന്നു. ഇപ്പം തന്നെ ആ ഒരു കാര്യം ആലോചിക്കുമ്പം പോലും എന്തോ ഒരു ഫീലിംഗാണ് കിട്ടുന്നതെന്നറിയോ. ഇപ്പം നമുക്ക് മനസ്സിന് അതൊരു ഫീലിംഗ് നൽകുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് അതിലേറെ വലിയൊരു ഫീലിംഗ് ആയിരുന്നു അത് നൽകുക എന്നുള്ളതാണ്. മടങ്ങുക, നീന്തുക നല്ലൊരു കാർഡിയോ വാസ്കുലർ എക്സസൈസാണ്. ചിലപ്പോൾ നമ്മൾ ചോയ്മടം പുഴയിലൊക്കെ ഇങ്ങനെ കുളിക്കാൻ പോകുമായിരുന്നു, രാവിലെ വെറുതെ നീന്തുമായിരുന്നു. എന്ത് രസമായിരുന്നു ആ ഫ്രഷ് വെള്ളത്തിൽ നീന്തുന്നത്. ഇന്ന് പുഴകളൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ന് പുഴകളിലൊക്കെ ആരുമില്ല കുളിക്കാൻ, മനസ്സിലായില്ല? ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മളെ പാരമ്പര്യത്തിൽ നിന്ന് പിറകെ പോയപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ വസന്തങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസുകൾ. എന്താണ് ചെയ്യുക? നമ്മുടെ പേശികൾക്ക് ശക്തി പകരാൻ, നമ്മൾ എല്ലിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത കൂട്ടാൻ, നമ്മൾ മെറ്റബോളിസത്തെ, ഞാൻ പറഞ്ഞല്ലോ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റബോളിസത്തെ നോർമലാക്കാൻ ഒക്കെ സ്ട്രെങ്ത് ട്രെയിനിനോട് സഹായിക്കും. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് സാധ്യമായിക്കൊള്ളണമെന്നില്ല. സാധ്യമാവുന്ന പ്രത്യേകിച്ച് നമ്മളെ തറവാട്ടിലെ യുവതലമുറ തീർച്ചയായിട്ടും സ്ട്രെങ്ത് ട്രെയിനിങ് ഇങ്ങനത്തെ വെയിറ്റ് എടുത്തുകൊണ്ട് തന്നെ ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ചെയ്ത കാര്യം തന്നെയാണ് ഇത് വെച്ചുകൊണ്ട് ഒരുപാട് എക്സസൈസ് നമുക്ക് ചെയ്യാം. റെസിസ്റ്റൻ്റ് ട്യൂബ് എന്ന് പറയും. ഇത് കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി കൂടിയ ട്യൂബാണ്. ഇത് ഡെക്കത്തലോണിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും, ഞാൻ എല്ലാ ഷോപ്പിൽ നിന്നും വാങ്ങണ്ടെന്ന് പറയാൻ കണ്ടെന്നറിയോ, ചില ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നത് വേഗം പൊട്ടിപ്പോകും ഇതിൻ്റെ വള്ളി. ഇത് റീബോക്കിൻ്റെ ആണ്. റീബോക്കിൻ്റെ നല്ല വില വരും. ഞാൻ 15 വർഷം മുമ്പ് കണ്ട് വാങ്ങിയതിന് തന്നെ അന്ന് തന്നെ ഇതിന് 4000 രൂപ കണ്ട്. ഡെക്കത്തലോണിൻ്റെ 800 രൂപയുള്ളൂ, അത് വാങ്ങിക്കോളാൻ പറയും, പൊട്ടിപ്പോവുകയില്ല. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഒരുപാട് എക്സസൈസ് നമുക്ക് ചെയ്യും. ഇതൊക്കെ ഞാൻ ഇന്നലെ അവിടുന്ന് കുറച്ചൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ പല എക്സസൈസ്. ഇതുകൊണ്ട് ഒരു എക്സസൈസ് ഒന്നും, വയറിൻ്റെ എക്സസൈസ്, ലെഗിൻ്റെത്, കൈയിൻ്റെത് ഒക്കെ നമുക്ക് ചെയ്യാം. അത് സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് നല്ലതാണ്. ഇനി അതും ഇല്ലെങ്കിൽ ഇതുപോലത്തെ വള്ളി പലതും ഇവിടെ കൊടുക്കാനൊക്കെ ഉള്ളൊരു ഗാഡ്ജുള്ളത്, എന്താ ഇങ്ങനത്തേത് വെച്ചുകൊണ്ട് കുറേ എക്സസൈസുകൾ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇങ്ങനത്തെ ഒക്കെ ഒരു എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമ്മളെ കുടുംബത്തിലും നമ്മളെ വീടുകളിലൊക്കെ ഇങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് കേട്ടോ. ഫ്ലെക്സിബിലിറ്റിയും സ്ട്രെച്ചിങ്ങും വളരെ ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ഒരു കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എത്ര നേരം നിൽക്കാൻ പറ്റുമെന്നൊക്കെ നോക്കാം. മനസ്സിലായില്ലേ? ഇങ്ങനെ നിൽക്കുക, ബാലൻസ് ചെയ്യാൻ എത്ര കിട്ടും എന്നുള്ളത് നോക്കുക. നമ്മൾ ഇതൊക്കെ അവിടെ വിളിച്ചുകൊണ്ട് ആൾക്കാരെ വിളിപ്പിച്ച് ചെയ്യണമെന്ന് എന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. കാലിൽ നിന്നിട്ട് ഇനി വേണമെങ്കിൽ ഹീൽ ടു ടോ വാക്കുക, ഇങ്ങനെ മനസ്സിലായില്ലേ? നമ്മളെ ഹീല് താഴെ വെച്ചിട്ട് ഈ ടോ മേലോട്ടും ആക്കിയിട്ടൊക്കെ ഉള്ള നടത്തം, അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്ന് പറയും. കുറച്ച് നേരം നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നു, കുറച്ച് നേരം എക്സസൈസ് ചെയ്യുന്നു, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നു. ആ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു എക്സസൈസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് സമയമില്ലാത്തവർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു എക്സസൈസാണ്
ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്നാണ്. ആ തറവാടുകളും ഇന്ന് അലങ്കാരത്തിന് നമുക്കിന്ന് കുറവൊന്നുമില്ല. നമ്മുടെ വീട്ടു പരിസരങ്ങളിലൊക്കെ നമ്മൾ ചെടി നടുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാർഷികമായി എന്തെങ്കിലും പ്രവർത്തികൾ, ഫ്രൂട്ട്സ് നടാം, എന്തെങ്കിലും മരങ്ങൾ നടാം, എന്നിട്ട് അതിനെ പരിപാലിക്കുന്നത് നമ്മളൊരു എക്സസൈസിൻ്റെ ഭാഗമായിട്ട് അങ്ങ് മാറ്റാം. മനസ്സിലായില്ലേ? ഓരോരുത്തരും ശരീരത്തെ ശ്രവിച്ചിട്ട്, ശരീരത്തെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ പെട്ടെന്ന് തീരെ ഒരു ആരോഗ്യത്തിന് ശേഷിയില്ലാത്ത ഒരാൾ പോയിട്ട് 50 കിലോ പൊക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല. ഓരോരുത്തരുടെയും ഫിറ്റ്നസ് ലെവൽ എത്ര എന്ന് മനസ്സിലാക്കിയിട്ട് മതി ഇൻറ്റൻസിറ്റി കൂട്ടലൊക്കെ കേട്ടോ. അല്ലാണ്ട് ഒറ്റയടിക്ക് എല്ലാവർക്കും ഒരേ നിയമമല്ല ബാധകം എന്ന് മനസ്സിലാക്കണം. ഇമ്പാക്റ്റ് ആയിട്ടുള്ള ചെയറിൽ മാത്രം ഇരുന്നു കൊണ്ട് ചെയ്യുന്ന എക്സസൈസുകൾ, കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ, പിന്നെ തായ്ചി പോലത്തെ എക്സസൈസുകൾ, യോഗ പോലത്തെ എക്സസൈസുകൾ, ഇതൊക്കെ ഓരോ പ്രായത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്കുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ആക്ടിവിറ്റിയെ നിങ്ങളൊരു ഫാമിലിയുടെ ഭാഗമാക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വീട്ടിലുള്ള അംഗങ്ങൾ പരസ്പരം നടക്കുന്നത്, ഇപ്പം ദമ്പതികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ മുഴുകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, കുട്ടികളും രക്ഷിതാക്കളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ചെറിയ ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റി, എന്തെങ്കിലും ബാഡ്മിൻ്റനോ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ട് അതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെട്ട ആ ഒരു പൈതൃകത്തിലേക്ക്, ഫിസിക്കൽ ഫിറ്റ്നസ്സും ആരോഗ്യവും നിറഞ്ഞ ആ ഒരു പൈതൃകത്തിലേക്ക് നമുക്ക് 100% തിരികെ യാത്രയാവാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും നമ്മളുടെ വീട് പുകവലിക്ക് അനുയോജ്യമല്ല. പണ്ടത്തെ വീടേ അനുയോജ്യമല്ല. പണ്ടൊക്കെ കുറച്ച് വലിച്ചിരുന്നെങ്കിലും അത് പുറന്തളയാൻ പറ്റിയൊരു വെന്റിലേഷനൊക്കെ നമ്മൾ വീടുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതില്ലാത്തൊരു സാഹചര്യമുള്ളത്. പുകവലിക്കാർക്ക് ഒരു സ്പേസ് പോലും ഇല്ലാത്തൊരു സാഹചര്യമാണുള്ളത്. പുകവലിക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളുണ്ടെങ്കിൽ അത് നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ പുകവലി ഫസ്റ്റ് ഹാൻഡ് എഫക്റ്റ് ആ വലിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ജീവിതശൈലികൾ ഉണ്ടാക്കും എന്ന് മാത്രമല്ല, സെക്കൻഡ് ഹാൻഡ് അവരുടെ കൂടെ ജീവിക്കുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനേക്കാൾ ഉപരി ഇത് ഈ ഫസ്റ്റിലും സെക്കൻഡിലും ഇല്ലാതെ നിൽക്കുന്ന ഒരാൾ, പുകവലിക്കുന്ന ഒരാൾ ഒരു അന്തരീക്ഷത്തിലേക്ക് അവരെ വിഷം അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് ശ്വസനത്തിലൂടെ മാത്രമല്ല, നമ്മുടെ സ്കിന്നിലൂടെ, നമ്മുടെ മുടിയിലൂടെ, അങ്ങനെ മറ്റു ശരീരഭാഗങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ട് നമുക്കൊരുപാട് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള വലിയൊരു സാധ്യത പുകവലി അവിടെ ഉണ്ടാക്കുമെന്നുള്ളത്. ഫസ്റ്റ് ഹാൻഡും സെക്കൻഡ് ഹാൻഡും തേർഡ് ഹാൻഡും ഫോർത്ത് ഹാൻഡും അപകടങ്ങളായിട്ട് പുകവലി പ്രവർത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുകവലി വിമുക്ത കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ റിസ്ക്കാണ് മാനസിക സമ്മർദ്ദങ്ങൾ എന്നാണ്. കാരണം ഓരോ മാനസിക സമ്മർദ്ദവും നമ്മളൊരു ചിന്തയിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരു വലിയൊരു മാസ് പരിവർത്തനം ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ഈ പരിവർത്തനങ്ങൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കുന്ന മോളിക്കുലാർ ലെവലിലുള്ള മെറ്റബോളിസത്തിൽ ഉണ്ടാക്കുന്ന അപകടങ്ങൾ ഉണ്ടാക്കുകയും അത് ജീവിതശൈലി രോഗങ്ങളായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മൾ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ ഇതൊക്കെ ആയിട്ട് അങ്ങോട്ട് കടന്നു പോകുന്നതിനിടയിൽ നമ്മുടെ ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് എന്തെങ്കിലും ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യാം. ഡയഫ്രാമാറ്റിക് ബ്രീത്തിങ്, പിന്നീട് അങ്ങനത്തെ ഒരുപാട് ബ്രീത്തിങ് വേണമെങ്കിൽ സ്ക്വയർ ബ്രീത്തിങ്, ഉദാഹരണത്തിന് ഇപ്പം തന്നെ നമുക്കൊന്ന് ചെയ്യാം. നമ്മളൊരു ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നു, ഒരു 4 കൗണ്ട് എടുക്കുന്നത് വരെ നിങ്ങൾ ശ്വാസം ഉള്ളിലോട്ട് കൊണ്ടുവരുന്നു. എന്നിട്ട് 4 കൗണ്ട് എടുക്കുന്നത് വരെ നിങ്ങൾ അതിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് 4 കൗണ്ട് നിങ്ങൾ പുറത്തോട്ട് വിടുന്നു. എന്നിട്ട് 4 കൗണ്ടിൽ വീണ്ടും നിങ്ങൾ അതിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഡീപ്പ് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. 1 2 3 4 1 2 3 4 ഹോൾഡ്. 1 2 3 4 ബ്രീത്ത് ഔട്ട്. 4 ഹോൾഡ്. ഓക്കെ, ഇതുപോലെ എക്സസൈസുകളുണ്ട്. നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാവുന്നതാണ്. ഈസായിട്ട് നിങ്ങൾ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട മറ്റൊരു എക്സസൈസാണ് മൈൻഡ്ഫുൾനെസ് എക്സസൈസ് എന്ന് പറയും. മൈൻഡ്ഫുൾനെസ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിമിഷത്തിലുള്ള യാഥാർത്ഥ്യത്തെ, ഈ നിമിഷത്തിൽ നമ്മളിപ്പോൾ സമ്മർദ്ദങ്ങളാണ് അരങ്ങേറുന്നെങ്കിൽ ആ സമ്മർദ്ദത്തെ എല്ലാത്തെയും അതിൻ്റെ സെൻസേഷനോട് കൂടി അനുഭവിക്കുക എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മൈൻഡ്ഫുൾ ആവാൻ വേണ്ടി നിങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളെ പല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന എക്സസൈസൊക്കെ നമുക്ക് വേണമെങ്കിൽ കുടുംബത്തിൽ ഒരുമിച്ച് ചെയ്യാവുന്നതാണ്. 5 കാണാൻ പറ്റുന്ന കാര്യങ്ങൾ, 4 കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, 3 തൊട്ടറിയാൻ പറ്റുന്ന കാര്യങ്ങൾ, 2 മണത്തറിയാൻ പറ്റുന്ന കാര്യങ്ങൾ, 1 രുചിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നൊക്കെ ആയിട്ട് നമുക്കൊരു 5 4 3 2 1 എക്സസൈസൊക്കെ ചെയ്തുകൊണ്ട് ഈ മൈൻഡ്ഫുൾനെസ്സിനെ നമ്മളെ ലൈഫിൻ്റെ ഭാഗമാക്കാൻ എന്നുള്ളതാണ്. കാരണം നമ്മൾ ചിന്ത എവിടെയാണോ കിടക്കുന്നത് അവിടെയാണ് നമ്മളുടെ എനർജി കിടക്കുന്നത്.
അവിടെയാണ് നമ്മൾ ആ സമ്മർദ്ദങ്ങൾ മാത്രം നിറഞ്ഞൊരു ചിന്തയിലാണ് നമ്മൾ നിലനിൽക്കുന്നതെങ്കിൽ നമ്മളുടെ ലൈഫിൻ്റെ എനർജി അവിടേക്ക് എടുക്കുക. അതേസമയം നമ്മൾ ഈ പ്രസൻറ്റ് ടെൻസിലെ റിയാലിറ്റിയിലേക്ക് ഈവൻ സമ്മർദ്ദങ്ങൾ നടക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ എൻ്റെ തലച്ചോറിൽ അറിഞ്ഞിരുന്ന തിരിച്ചറിച്ച് അങ്ങോട്ട് വരുമ്പോഴേക്ക് ഇതൊന്ന് കാമാവും എന്നുള്ളതാണ്. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ് അതിലൂടെ ആക്റ്റീവ് ആവുന്നത്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സസൈസാണ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്ക്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങളുടെ മസിലുകളെ ഇങ്ങനെ പ്രോഗ്രസ് ആയിട്ട് ഇങ്ങനെ ടൈറ്റ് ആക്കുന്നതായിട്ട് ലൂസാക്കുന്നതായിട്ട് ഇങ്ങനെ ചിന്തിക്കാം. മനസ്സിലായില്ലേ? അത് നല്ലൊരു എക്സസൈസാണ്. ഇത് ഞാൻ ആ വേദിയിൽ കാണിക്കണം എന്ന് വിചാരിച്ചൊരു എക്സസൈസാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യം നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച ശേഷം നിങ്ങൾ ഓരോ മസിൽ ഗ്രൂപ്പിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് വരാം. ഇത് സമ്മർദ്ദങ്ങൾ കുറക്കാനും നമ്മളെ ബോഡി അവയർനെസ് ഉണ്ടാക്കാനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു എക്സസൈസാണ്. അതിനാദ്യം എന്ത് ചെയ്യുക? നിങ്ങളെ കാൽപാദങ്ങളുടെ മസിലുകൾ ഇങ്ങനെ സങ്കോചിക്കുന്നതായിട്ട് ഇങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് ഇങ്ങനെ റിലാക്സ് ആവുന്നു. എന്നിട്ട് കാൽത്തുടയിലെ മസിലുകൾ ഇങ്ങനെ സങ്കോചിക്കുന്നു, എന്നിട്ട് റിലാക്സ്ഡ് ആവുന്നു. വയറിലേക്ക് വരുന്നു, വയറിലെ മസിലുകൾ ഇങ്ങനെ സങ്കോചിക്കുന്നു, റിലാക്സ്ഡ് ആവുന്നു. അതിൻ്റെ ബാക്കിലേത് ഇങ്ങനെ സങ്കോചിക്കുന്നു, റിലാക്സ്ഡ് ആവുന്നു. ചെസ്റ്റത്തേത് ഇങ്ങനെ സങ്കോചിക്കുന്നു, റിലാക്സ്ഡ് ആവുന്നു. ബാക്കിൽ, ചെസ്റ്റിൻ്റെ ബാക്കിൽ, കഴുത്തിൽ, മുഖത്ത്, മൂക്കിൽ, എല്ലായിടത്തും നിങ്ങളെ മസിലുകൾ ഇങ്ങനെ സങ്കോചിക്കുകയും എന്നിട്ട് റിലാക്സ് ആവുന്നതും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ടത് പെർഫെക്റ്റായിട്ട് ആ സങ്കോചിക്കുന്ന അവസ്ഥ നിങ്ങൾ അനുഭവിച്ചറിയാം. അത് നിങ്ങൾക്കൊരു തെറാപ്യൂട്ടിക്കൽ എഫക്റ്റ് ഉണ്ടാക്കും. നിങ്ങൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് കുറക്കും. ഇതൊക്കെ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതുകൊണ്ടാണ് എനിക്ക് അവിടെ പറയാൻ പറ്റാത്ത കാര്യം പിന്നീട് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ച് തരുന്നത്. കാരണം നമ്മളൊരു ക്ലാസ് വന്ന് എടുക്കുന്നതിന് അതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ആ ഇമ്പാക്റ്റ് കിട്ടിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതെങ്ങനെങ്കിലും നിങ്ങളിലേക്ക് എത്തിച്ചു തരണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഇത്രയേറെ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ കുടുംബത്തിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് മറ്റുള്ളവർക്ക് കൂടി സമർപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു ഭാഗ്യം കൂടിയുണ്ട്. പിന്നെ ഈ ഡംബൽസൊക്കെ അങ്ങോട്ട് കൊണ്ടുവരാനും പറ്റില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഇതിനും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും എനിക്ക് ഓരോ കുടുംബാംഗങ്ങളോടും പറയാനുള്ളൊരു കാര്യം, ഉറക്കത്തിന് നമ്മൾ ഏറ്റവും നല്ല പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ്. ശാന്തമായി ഉറങ്ങിയൊരു പാരമ്പര്യമാണ് നമ്മുടെ നാടുകളൊക്കെ ബാക്കിയുള്ളത്. അന്ന് നമുക്ക് ഉറക്കത്തിന് മുമ്പിൽ തടസ്സം നിൽക്കുന്ന ടെക്നോളജി സാധ്യതകളില്ലായിരുന്നു. അതുകൊണ്ട് ഉറങ്ങേണ്ട സമയമായി കഴിഞ്ഞാൽ എല്ലാവരും ഉറങ്ങാൻ അങ്ങ് പോകും. ശാന്തമായി ഉറങ്ങായിരുന്നു അല്ലേ? പക്ഷെ ഇന്ന് ലോകത്തുള്ള എല്ലാ സാധ്യതകളും എല്ലാ അപകടങ്ങളെയും ഏത് നിമിഷം വേണമെങ്കിലും നമ്മൾ അറ്റൻഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അപകടങ്ങളുമായി നമ്മുടെ ടെക്നോളജി നമ്മളെ മുന്നിൽ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ടെക്നോളജിയിൽ നമ്മൾ എൻ്റർടൈൻമെൻറ്റിനോടുള്ള അതിപ്രസരം കാരണം നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉറക്കത്തെ സാക്രിഫൈസ് ചെയ്യുകയാണ്. അതുണ്ടാവരുത്. ഉറക്കമാണ് നമ്മൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജീവിതശൈലി രോഗങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിലും ഉറക്കമില്ലായ്മക്ക് വലിയൊരു റോളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരുപാട് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ ഉറക്കത്തിൻ്റെ സമയത്ത്. അതുപോലെ നമ്മളെ ബ്രെയിനിൻ്റെ ഏറ്റവും നല്ല ഹെൽത്തായിട്ടുള്ള ഒരു ബ്രെയിൻ നിലനിർത്താനൊക്കെ ഉള്ള സാധ്യതകൾ ആ സമയത്തുണ്ട്. അതിനൊക്കെയാണ് നമ്മൾ തടസ്സം നിൽക്കുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. വെള്ളിയാപ്പിച്ചി പള്ളിയിൽ പോകുന്ന സമയത്തും അല്ലാത്തപ്പോഴൊക്കെ ശരീരത്തിൽ പുരട്ടിത്തന്ന ആ ഒരു അത്തറിൻ്റെ നറുമണം നമ്മളിലൊരു തെറാപ്യൂട്ടിക് എഫക്റ്റ് ഉണ്ടാക്കി എന്ന് നിങ്ങളൊക്കെ ഞാനത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അത് അരോമാ തെറാപ്പിയാണ്. അരോമാ തെറാപ്പി സുഗന്ധത്തിന് ഒരുപാട് തെറാപ്യൂട്ടിക്കൽ എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ അങ്ങോട്ട് കടന്നു പോകുന്ന വഴിക്കൽ നിങ്ങൾ കുട്ടിക്കാലത്ത് ഏതോ ഒരു പ്രത്യേക നിമിഷത്തിൽ അടിച്ചൊരു പെർഫ്യൂം അടിച്ചുകൊണ്ട് ഒരാളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ ആ സമയത്ത് ഉൽപ്പാദിപ്പിച്ച അതേ ഹോർമോണുകളായതുകൊണ്ട് അതിന് ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് റിയാലിറ്റി ആയിട്ട് നമ്മുടെ ശരീരം മുന്നോട്ട് കൊണ്ടുത്തരും. അതുകൊണ്ട് നല്ല പെർഫ്യൂം, നല്ല സുഗന്ധം, ഇതൊക്കെ തെറാപ്യൂട്ടിക് എഫക്റ്റ് ഉണ്ട്. അതുപോലെ ഒരുപാട് റിലാക്സേഷൻ ടെക്നിക്കുകൾ ഒക്കെ നമുക്ക് മുമ്പിലുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോകളിലൊക്കെ ആയിട്ട് പലപ്പോഴായി പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മുടെ ഫാമിലിയിൽ ഓരോ അംഗങ്ങൾക്കും വേണമെങ്കിൽ അതിലൂടെ റെഫർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിന് ശേഷം ഞാനൊരു Q&A സെഷൻ വെച്ചിരുന്നു, ക്വസ്റ്റ്യൻ ആൻഡ് സെഷൻ വെച്ചിരുന്നു. അതൊന്നും എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ആ Q&A സെഷൻ ഈ കമൻറ്റ് ബോക്സ് ആയിട്ട് ഞാൻ പരിവർത്തനം ചെയ്യുകയാണ്. ഇതിലൂടെ ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക്. നമുക്ക് നമ്മുടെ പാരമ്പര്യത്തിലേക്ക് മടങ്ങാം, ആരോഗ്യപരമായ നമ്മുടെ പാരമ്പര്യത്തിലേക്ക് മടങ്ങാം. തീർച്ചയായും അവിടെ ആരോഗ്യമുണ്ട്, ജീവിതശൈലിയിൽ നിന്നുള്ള വിമുക്തിയുണ്ട്. ആ തീരുമാനങ്ങൾ ഈ നിമിഷം നമ്മളിൽ എല്ലാവരിൽ നിന്നും ഉണ്ടാവട്ടെ. അതിനെല്ലാവർക്കും ആശംസകൾ നേരുന്നു. ബി ഹെൽത്തി. ബൈ.